ശാന്തി. ഞാൻ ഒരു ദിവ്യ ജ്യോതി ആത്മാ. നിർവാണധാമം മുക്തിധാമത്തിൽ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതമായിരിക്കുന്നു. ഞാൻ ഒരു തേജസ്വി നക്ഷത്രം പോലെ പ്രകാശിക്കുന്നു. ഈ പാവന പരമധാമത്തിൽ ഞാൻ പവിത്രതയുടെ സൂര്യനായ ശിവബാബയുടെ കൂടെ ഇരിക്കുന്നു. പരമാത്മ സാന്നിധ്യത്തിൽ മനസ്സു തീർത്തും ശാന്തമാണ്. യാതൊരു വ്യർത്ഥ സങ്കല്പവുമില്ല. ശുദ്ധ സങ്കല്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. കേവലം സമർത്ഥ സങ്കല്പങ്ങൾ മാത്രം. പരമധാമത്തിൽ ഞാൻ ദിവ്യ ജ്യോതി ആത്മാ. കൂടെ പരം ജ്യോതി ശിവബാബ. ഞാൻ നിരന്തരം ബാബയുടെ തേജോമയ സ്വരൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. സർവശക്തിവാൻ ശിവബാബ ഒരു കാന്തം പോലെ എന്നെ ബാബയുടെ നേരെ ആകർഷിക്കുന്നു. ഞാൻ ബാബയുടെ സമീപം ബാബയോട് കമ്പൈൻഡ് ആകുന്നു. പാരസ്നാഥ ശിവബാബയുടെ അലൗകിക സ്പർശത്താൽ ഞാൻ ആത്മാവും സ്വർണമായി മാറുന്നു. ശുദ്ധ, നിർമ്മൽ, സമ്പൂർണ്ണ പവിത്രമായിക്കൊണ്ടിരിക്കുന്നു. പ്യുവർ ഗോൾഡ് ആകുന്നു. പാരസ്നാഥ് ബാബയുടെ സംഘത്തിൽ എൻ്റെ ബുദ്ധിയും പാരസായി അഥവാ പവിഴമായി മാറുന്നു. ഞാൻ പവിഴ ബുദ്ധി ആത്മാവാണ്. സർവ പരമാത്മ ഗുണങ്ങളും ശക്തികളും സ്വയം തന്നിൽ ധാരണ ചെയ്ത് ഞാൻ സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നു. ഇപ്പോഴെനിക്ക് വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളെയും കല്ലുബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കണം. ഈ ശ്രേഷ്ഠ സങ്കല്പത്തിൽ ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി പവിത്രതയുടെ ഗോൾഡൻ കിരണങ്ങൾ വായുമണ്ഡലത്തിൽ 4 ഭാഗത്തും പ്രസരിപ്പിച്ചുകൊണ്ട് താഴെ സാകാരവതനത്തിലെത്തുന്നു. സ്ഥൂല ശരീരത്തിൽ പ്രവേശിച്ച് ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. ഇപ്പോൾ സദാ ഈ സ്മൃതിയാണ്. ഞാൻ പാരസ് ബുദ്ധിയാണ്. ശുദ്ധ, സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണ ആത്മാവാകുന്നു. ഞാൻ സദാ സമർത്ഥ സങ്കല്പം ചെയ്യുന്നു. ഞാൻ പവിഴ ബുദ്ധിയാണ്. തന്റെ സമർത്ഥ സങ്കല്പത്തിലൂടെ നെഗറ്റീവ് വായുമണ്ഡലത്തെ പോസിറ്റീവായി പരിവർത്തനം ചെയ്യുന്നു. ഞാൻ പവിഴ ബുദ്ധി ആത്മാ. എന്റെ സങ്കല്പം, വചനം, കർമ്മം
ദൃഷ്ടി, വൃത്തി, സംബന്ധ സമ്പർക്കത്തിലൂടെ പവിഴ ബുദ്ധിയാകുന്നു. സർവാത്മാക്കളുടെ ജീവിതം കക്കയിൽ നിന്നും വജ്രസമാനമാകുന്നു. സർവരെയും സുഖിയാക്കുന്നു. ഈ പഴയ ലോകത്തെ പവിഴപുരിയാക്കാൻ ഞാൻ പാരസ്നാഥ് ശിവബാബയുടെ സഹയോഗിയാകുന്നു. ഞാൻ ബാബയുടെ അടുത്ത് വന്ന് എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്തുന്നു. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഈ പഠിപ്പിലൂടെ എൻ്റെ ബുദ്ധി പവിഴമായി മാറുന്നു. പാരസ്നാഥനായ ബാബ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനാണ്. തനിക്ക് സമാനം ആത്മാക്കളെ പവിഴ ബുദ്ധിയാക്കുന്നു. ഒരേ ഒരു ബാബ ശ്രീമതം നൽകുന്നു. എൻ്റെ ഉറങ്ങിയിരിക്കുന്ന ഭാഗ്യത്തെ ഉണർത്തുന്നു. ഏറ്റവും വലിയ ബുദ്ധിമാൻ ഒരേ ഒരു ബാബ മാത്രമാണ്. പരിധിയില്ലാത്ത ബാബ എൻ്റെ ബുദ്ധിക്ക് ടോണിക്ക് നൽകുന്നു. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കി തരുന്നു. ഞാനിപ്പോൾ സുഖത്തിൻ്റെ സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഖത്തിൻ്റെ ദേവതയായി മാറുന്നു. ഞാൻ ആത്മാവിനെയും പരമാത്മാവിനെയും തിരിച്ചറിയുന്നു. ഇത്രയും ചെറിയ ആത്മാവിൽ അവിനാശിയായ പാർട്ടടങ്ങിയിരിക്കുന്നു. ഇത് കല്ലുബുദ്ധികൾക്കു വേണ്ടിയുള്ള ഭോജനമാണ്. ബുദ്ധിക്ക് തിരിച്ചറിവുണ്ടാകുന്നു. ഞാനിപ്പോൾ രാജഋഷിയായി മാറിയിരിക്കുന്നു. 5 വികാരങ്ങളുടെ സന്യാസം ചെയ്യുന്നു. ബാബ പുതിയ രചന രചിക്കുന്നു. ബാബ ബീജരൂപമാണ്. സത്ത് ചിത്ത് ആനന്ദ സാഗരം. ബാബ സത്യം കേൾപ്പിച്ച് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. രാജഋഷിയായി മാറുന്നതിന് സർവ വികാരങ്ങളുടെയും സന്യാസം ചെയ്യിക്കുന്നു. പഠിപ്പു തന്നെയാണ് സത്യമായ ടോണിക്ക്. സദ്ഗതിക്കു വേണ്ടി കേട്ടതും കേൾപ്പിച്ചതുമായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ശ്രീമതത്തിലൂടെ നടക്കുന്നു. ഞാൻ ഒരു ബാബയിൽ നിന്നും കേൾക്കുന്നു. മോഹജീത്തായി മാറുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. എൻ്റെ യഥാർത്ഥ സംസ്കാരങ്ങളെ ഇമോർജ് ചെയ്ത് ഹർഷിതരായിരിക്കുന്ന ജ്ഞാനസ്വരൂപമാകുന്നു. ജ്ഞാനം സ്മരിച്ച് അതിൻ്റെ സ്വരൂപമാകുന്നവർ സദാ ഹർഷിതരായിരിക്കുന്നു. മായയുടെ അവഗുണങ്ങൾ സംഘദോഷത്തിലൂടെ വരുന്നു. അതിനോട് പുറംതിരിഞ്ഞ് സർവശക്തനായ അധികാരത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. അപ്പോൾ സദാ ഹർഷിതരായിരിക്കുന്നു. ആസുരീയമോ വ്യർത്ഥമോ ആയ സംസ്കാരങ്ങൾ മുന്നിൽ വരാൻ ധൈര്യപ്പെടില്ല. സമ്പൂർണതയുടെ ലക്ഷ്യം മുന്നിൽ വെക്കുകയാണെങ്കിൽ സങ്കല്പത്തിൽ പോലും ഒരാകർഷണങ്ങൾക്കും ആകർഷിക്കാൻ കഴിയില്ല. ബാബ സൂചന നൽകിയിരിക്കുന്നു. ആത്മീയ രക്ഷാകവചം
സൃഷ്ടിക്കുക, ബഹുമാനം നൽകുക. അപ്പോൾ സഫലത അവിനാശിയായി മാറും. വിജയത്തിൻ്റെ അവിനാശി മന്ത്രം മാത്രം മുഖത്തിലുണ്ടാവട്ടെ. ആദ്യം ഞാൻ എന്ന ഭാവം സമാപ്തമാക്കി മറ്റുള്ളവരെ മുമ്പോട്ട് നയിക്കുക. ഈ മഹാമന്ത്രം പിന്തുടർന്ന് സഫലത നേടിക്കൊണ്ടിരിക്കുക. ഈ മന്ത്രവും രക്ഷാകവചവും സദാ കൂടെയുണ്ടായിരിക്കണം. അപ്പോൾ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴങ്ങും. ഓം ശാന്തി.